ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പെയിൻറ്റിങ് ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പിക്ചർ വെച്ച് എങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന്. ഇതാണ് കേട്ടോ പിക്ചർ. ഇതൊരു ആലിലയാണ്. ഞാൻ ഈ പിക്ചർ എടുത്തിരിക്കുന്നത് നമ്മുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പിക്ചർ പോയി നമുക്ക് പ്രിൻ്റ് എടുക്കാം. കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ സെറ്റുമുണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ സെറ്റുമുണ്ടിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ വരയ്ക്കണ ഭാഗമൊക്കെ അടയാളപ്പെടുത്തുക കേട്ടോ. നമുക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ ശേഷം ഞാനിവിടെ ഏകദേശം ഇവിടെ ആയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്ന ഷേപ്പൊക്കെ നിങ്ങൾ തന്നെ ഞാനിവിടെ ഈ ആലിലയുടെ കടഭാഗം ഈ ഭാഗത്തേക്കായിട്ടും തുമ്പ് ഭാഗം താഴേക്കായിട്ടാണ് വരയ്ക്കാൻ പോണത് കേട്ടോ. വയ്ക്കണ രീതിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ചെരിച്ച് വേണമെങ്കിൽ വയ്ക്കാം, നേരെ വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെയായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെരിച്ചിട്ടാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, നമുക്ക് ഈ സെറ്റ് മുണ്ടിൻ്റെ ഇടയിൽ നമുക്ക് ആ പിക്ചർ തെളിഞ്ഞ് കാണാം. അപ്പം നമുക്ക് അത് വെച്ചിട്ട് നമുക്കത് വരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. പെൻസിൽ കൊണ്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പച്ച പെയിൻ്റ് എടുക്കാം കേട്ടോ. അത് പച്ച പെയിൻ്റാണ്. എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോഴും റിങ്ങിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. റിങ്ങില്ലെങ്കിൽ നീളനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അടിയിൽ കടലാസ് ഇടുക, അല്ല കട്ടിയുള്ളൊരു പേപ്പർ ഇടുക, അല്ലെങ്കിൽ കടലാസ് എന്തെങ്കിലും ഇടണം. അല്ലെങ്കിൽ താഴെ വെച്ചിരുന്ന ഏത് സാധനത്തിലായാലും പെയിൻറ്റ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. 0 പോയിൻ്റ് ബ്രഷ് എടുത്ത് നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വ്യക്തമായ രീതിയിൽ വരയ്ക്കുക കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നല്ല വ്യക്തമായി വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഔട്ട്ലൈനിൻ്റെ പുറത്തേക്ക് നമ്മുടെ പിക്ചറുകൾ പോവാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബ്രഷ് എടുക്കാം. അതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി വലിപ്പമുള്ള ബ്രഷ് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓടക്കുഴലിൻ്റെ അവിടെയും നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച ഉടനെ തന്നെ നമ്മൾ കഴുകി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കഴുകുക, അല്ലെങ്കിൽ ഉടനെ ഒരു കടലാസോട് തുടച്ച് വയ്ക്കാൻ നോക്കണേ. ഇനി നമുക്ക് പെയിൻറ്റ് തുടർന്ന് അടിച്ചു കൊടുക്കാം. പെയിൻറ്റ് ഈ ഔട്ട്ലൈന് പുറത്താവാതെ നമ്മൾ ഏത് പിക്ചർ വരച്ചതായാലും അതിന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്താൽ അതിൻ്റെ പുറത്താകാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ വലിയൊരു അലിയിലയാണ് എനിക്ക് പിക്ചർ കിട്ടിയിരിക്കണം കേട്ടോ. നമുക്ക് ഇതിനേച്ചും ചെറിയ അലിയില വരച്ചു കൊടുക്കാം. നന്നായി അറിയണ ആൾക്കാർക്ക് ആണെങ്കിൽ നല്ല ചിത്രങ്ങൾ വരച്ചിട്ട് ഇതുപോലെ നമുക്ക് ക്ഷമയോടുകൂടി പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് എൻ്റെ പഴയൊരു സെറ്റുമുണ്ടാണ്. ഇപ്പോൾ ഓണായിട്ട് ഇതിന് എല്ലായിടത്തും നമ്മൾ സെറ്റുമുണ്ട് മേടിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം പ്രിൻ്റ് വന്നുള്ള സെറ്റുമുണ്ടാണ് വരുന്നത്. സെറ്റുമുണ്ടിൻ്റെ തലഭാഗത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ സെറ്റുമുണ്ടിൻ്റെ മോൾ ഭാഗത്തിൻ്റെ തല വരണ ഭാഗമില്ലേ, അവിടേക്ക് അതിന്മേൽ 3
പിക്ചറായിട്ട്. ഇത് വലിയ പിക്ചറല്ല, അപ്പോൾ 3 ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഉണങ്ങണം. ഇപ്പോൾ ഒരെണ്ണം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തലയിലും ആ തലയിലായിട്ട് 3 ചെയ്ത് കൊടുക്കാം. ഇത്തിരി ഉണങ്ങിയ ശേഷം നമുക്കിത് ഇത്തിരി ഒന്ന് ഉണങ്ങി വലിഞ്ഞ ശേഷമാണ് അടുത്ത പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഓടക്കുഴലിലൂടെ ചെയ്യണത് കേട്ടോ. ഇനി അടുത്തൊരു പെയിൻറ്റിങ് ക്ലാസ്സിലേക്ക് കാണുമ്പോഴേക്കും ബൈ. ഇത്